BLM Kerala, Tamil Nadu, Pondicherry. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50-ലേറെ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ ഏകീകരണം നടന്നതായി CPM വിലയിരുത്തൽ. സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവും ബന്ധങ്ങളുടെ ഫലപ്രദമായ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിനെ മറികടക്കാൻ കഴിയുമെന്നും CPM വിലയിരുത്തുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ UDFിലേക്ക് അടുത്തുവെന്ന എക്സിറ്റ് പോൾ ഫലവുമായി യോജിക്കുന്ന വിലയിരുത്തലാണ് ഇത്. അതേസമയം ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ CPMന് അനുകൂലമായ നിലപാട് തുടരുമെന്നും CPM കണക്കുകൂട്ടുന്നുണ്ട്. നിഷേധ വോട്ടുകൾ CPM അതേസമയം കണക്കുകൂട്ടുന്നില്ല. 12% BJP വോട്ടുകൾ വർദ്ധിച്ചത് അനുകൂലമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മത്സരം നടത്തുമെങ്കിലും ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. അതേസമയം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് തുടർ ഭരണത്തിന്റെ ശക്തമായ സൂചനകളാണെന്ന് LDF വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യൻ പിണറായി വിജയനാണെന്നുമുള്ള ഫലങ്ങളിലാണ് CPM പ്രതീക്ഷ. സുരക്ഷിത സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഈ ഘട്ടത്തിലും നേതാക്കൾ ആവർത്തിക്കുന്നത്. എക്സിറ്റ് ലൈൻ തന്നെയാണ് ആവർത്തിക്കാൻ ഇടത് നേതൃത്വം നിരത്തുന്ന പല കാരണങ്ങളാണ്. പുറത്തുവന്ന സർവേകളെല്ലാം പറയുന്ന നേരിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ്. അതുതന്നെയാണ് ഇടത് പ്രതീക്ഷയെന്നും നേതാക്കൾ പറയുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇല്ല. മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് ഏറെ ആളുകളും പറയുന്നത് പിണറായി വിജയന്റെ പേരാണ്. ഒരാശങ്കയുമില്ലെന്നും മാത്രമല്ല ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് സർവേ എന്നാണ് പൊതുവിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് ശേഷവും 2021 സമാനമായ 100 സീറ്റ് അവകാശവാദമൊന്നും LDFന് കണക്കിലുണ്ടായിരുന്നില്ല. ന്യൂനപക്ഷ ഏകീകരണവും മതസാമുദായിക നിലപാടുകളുമെല്ലാം സംബന്ധിച്ചാലും അതൊരു സംസ്ഥാന വ്യാപക പ്രതിഭാസമാണെന്ന് ഇടതുമുന്നണി സമ്മതിക്കുന്നില്ല. 56 CPM MLA-മാർ അടക്കം സിറ്റിംഗ് സീറ്റുകളിലെ മത്സരവും സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമെല്ലാം വിലയിരുത്തിയാണ് സുരക്ഷിത ഭരണം ഉറപ്പിക്കുന്ന സീറ്റ് കണക്ക് ഇടത് ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത്. 60 സീറ്റിൽ ഉറച്ച വിജയം പ്രതീക്ഷിച്ചും 30ഓളം സീറ്റിൽ കടുത്ത മത്സരവും കണക്കിലെടുത്താൽ പോലും ഫലം തുടർഭരണമല്ലേ എന്നാണ് ഈ കണക്കിന്റെ അടിസ്ഥാനം. മുഖ്യമന്ത്രി അടക്കം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും ഇടത് ക്യാമ്പിന് നൽകുന്ന ആശ്വാസമാണ്. പക്ഷേ അപ്പോഴും ഒരു എക്സിറ്റ് പോളും ഭരണ തുടർച്ച പ്രവചിക്കാത്തത് നെഞ്ചിടിപ്പേറ്റുന്നുമുണ്ട്. കേരളം ആര് ഭരിക്കുമെന്ന് അറിയാൻ ഇനി 2 ദിവസം മാത്രം. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. EVM-കൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫല സൂചനകൾ പുറത്തുവരും. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDFും UDFും. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. എല്ലാ പ്രവചനങ്ങളിലും മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 സീറ്റുകളിലെങ്കിലും വിജയിക്കുമെന്ന കണക്കുകൂടലാണ് BJP. BLM Kerala, Tamil Nadu, Pondicherry.